എന്തൊക്കെയാ മോനെ എടുത്ത്? ഞാൻ 2 ബോബിൻസ് 5 സിപ്പപ്പോ. അപ്പൊ 22 രൂപ കേട്ടോ. ഞാൻ പൈസ തന്നത് അത് ഞാനാ വന്ന് പൈസ എപ്പ തന്നെ? ഞാൻ 30 രൂപ 8 രൂപ തിരിച്ചുതരാനുണ്ട്. അതൊന്ന് തീരട്ടത്. നിക്ക് എല്ലാരും കൂടി ടൗസർ ഇടില്ലേ? ഒരാൾ ഇടിയത്. ഇതെന്ത് മാല കെട്ടി പോണേ? 1 2 3 4 5 6 7 8 9 10 100 ഇതിന് 46 രൂപ. നോക്കി കച്ചവടമൊക്കെ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഒരാള് പൈസ ഒന്നുമില്ല. പൈസ രണ്ടവിടെ പോലെ ഗൂഗിൾ പേ ഇവിടെ നടക്കൂല. ഞാൻ കൈമലി പേ അതാ നടക്കുള്ളൂ ഇവിടെ. എന്ത് കാശ്? ആരപ്പിക്ക് പൈസ ഒന്ന്? എനിക്ക് പൈസ ഒന്നിനെയോ? മൊത്തം ഞാൻ കുത്തിട്ടോ. കള്ളത്തരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സാധനം ഇവിടെ വെച്ച് പൈസ വേണ്ട. കച്ചവടം മക്കൾ കച്ചവടം ചെല്ലി വേറെ ആൾക്കാർ കഴിക്കുന്ന മാറി കിടക്കാം. കച്ചവടമില്ല. ആറാം പറഞ്ഞ ചെക്കന്മാരാണ്. ഒരു കച്ചവടം നടത്തുന്ന സമയം ഇവിടെ വെക്കണാവ്. അല്ല ഓന്റെ അമ്മോന്റെ പീടിയിൽ വന്ന മാതിരിയാ വർത്താനോ. ഈ കടക്കാരനല്ലേ അയാളല്ലേലും ഇച്ചിരി കൊടുത്തെന്ന് പറഞ്ഞാൽ കേൾക്കും. അതുമില്ല. എവിടെ? ഈ സ്കൂളിലാണ് പഠിക്കണം? ഏത് ക്ലാസ്സില്? +1. വലിയ പിള്ളേരാണല്ലോ. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഭയങ്കര ടെൻഷനാ. ക്ലാസ് മാത്രല്ല പഠിത്തമായാലും എല്ലാം കണക്കാ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ വല്ല സീരിയലിൽ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് എടാ ഗംഭീര ടാലന്റ് അല്ലടാ. ഞാൻ നിന്റെ ഫാനാണ്. എന്നിട്ട് നീ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്കൂള് കഴിഞ്ഞ നമ്മ സിനിമയിൽ കയറണം. സിനിമയിൽ കയറി ചില്ലായിട്ട് അങ്ങോട്ട് അഭിനയിച്ച് പൊളിക്കണം. പഠിക്കാൻ സമയമായിട്ടാ. അപ്പോഴാണ് സബ്ജക്റ്റിന്റെ ഒക്കെ ചാപ്റ്ററിന്റെ ഞെട്ടി. ഏത് സബ്ജക്റ്റാ നിനക്ക്? മാത്സ്, സയൻസ് ഒക്കെ ഭയങ്കര നിസ്സാര കാര്യമുള്ളൂ. അതൊക്കെ പുഷ്പം പോലെ നമുക്ക് അച്ചീവ് ചെയ്യാം. പോയേട്ടാ ഇത് അങ്ങനെ പെട്ടെന്ന് ഭയങ്കര കാര്യറിനൊരു വിദ്യ പറഞ്ഞു തരാം. പക്ഷെ നന്ദി ഉണ്ടാവണം. അതൊക്കെ ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും നന്ദി ഉണ്ട്. ഇതൊക്കെ പൊളിക്കാനുള്ള ഒരു സംഭവം നമ്മുടെ അടുത്തുണ്ട്. ചേട്ടാ കാര്യം പറ. കാര്യം ഇവിടെ കടക്കാരൻ ആള് കൂതറയാണ്. ഞാൻ പറഞ്ഞുതരാം.